പ്രോഗ്രാമിങ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആളുകൾ തുടങ്ങിയത് ഒരു 1970s-ലൊക്കെയാണ്. 70s മുതൽ ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒരു ഡിസിപ്ലിൻ എന്ന നിലയിൽ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. 1980s-ലും 90s-ലും ഒക്കെ ആളുകൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജുകളും അല്ല അങ്ങനത്തെ ന്യൂവർ ജനറേഷൻ ലാംഗ്വേജുകളിലേക്കൊക്കെ തിരിഞ്ഞു. ആദ്യം ഇത് ഇനീഷ്യലി 1970s-ലെല്ലാം ആളുകൾ മെയിനായിട്ട് ചെയ്തിരുന്നത് ഫോർട്രാൻ സി എന്നൊക്കെ പറഞ്ഞ ലാംഗ്വേജുകളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 1970s-ലൊക്കെ 2000 പോസ്റ്റ് 21st സെഞ്ച്വറി ആയപ്പോഴത്തേക്കും പലതരം ലാംഗ്വേജുകളും പലതരം സാധനങ്ങളും എല്ലാം വന്നിട്ടാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ ലെവലിലുള്ള ഒരു സൊഫിസ്റ്റിക്കേഷനിലേക്ക് പ്രോഗ്രാമിംഗ് മെക്കാനിക്സ് എത്തിയത്. അപ്പൊ അതിലെ ഒരു മേജർ പാരാഡിം ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഊപ്സ് വന്നപ്പോഴാണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റംസ് വന്നപ്പോഴാണ് ഒരു മേജർ പാരാഡിം ഷിഫ്റ്റ് ഉണ്ട്. അത് ഞാൻ ആദ്യം അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട്, നമ്മൾ സാധാരണഗതിയിൽ കോഡ് എഴുതുന്നത് പ്രൊസീജിയറൽ ലാംഗ്വേജിലാണ്. സാധാരണഗതിയിൽ നമ്മൾ എഴുതുന്ന കോഡെല്ലാം പ്രൊസീജിയറിലാണ്. ഇറ്റ് മീൻസ് ദാറ്റ് so your code is read one by one. See, there will be some data somewhere, there will be some code, your data നിങ്ങളുടെ കോഡ് നിങ്ങളുടെ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്ന ഒരു മെക്കാനിസം ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. വലിയ സോഫ്റ്റ്വെയർ സിസ്റ്റംസ് എഴുതുമ്പോൾ അപ്പോൾ ഇത് ഈ പ്രൊസീജിയറൽ ലാംഗ്വേജിന് പല കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇപ്പോൾ ഉള്ള കറണ്ട് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റുകളൊക്കെ വൻകിട സോഫ്റ്റ്വെയർ പ്രൊജക്റ്റുകളൊക്കെ 500-1000 പേര് ഒന്നിച്ചിരുന്ന് എഴുതുന്നതാണ്. അല്ലെങ്കിൽ വലിയ കൊളാബറേറ്റീവ് സോഫ്റ്റ്വെയറുകളാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഇത് കഴിഞ്ഞ് നിങ്ങൾ IT കമ്പനിയിൽ ജോലിക്ക് പോയാലും പ്രോബബ്ലി യു വിൽ ബി റൈറ്റിംഗ് സം സ്മോൾ പാർട്ട് ഓഫ് എ ബിഗ് പ്രൊജക്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പൊ അങ്ങനെ വലിയ പ്രൊജക്റ്റുകൾ ചെയ്യണമെങ്കിൽ, വലിയ സോഫ്റ്റ്വെയർ സാധനങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഡിസൈൻ വേണം. ഇപ്പൊ നമ്മളിപ്പം 1 മുതൽ 10 വരെ നമ്പർ എണ്ണുന്നതും അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുന്ന അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ഒന്നുമില്ല, നിങ്ങൾ അങ്ങ് പോയി കോഡ് എഴുതുക ചെയ്യും. അതേസമയം നിങ്ങൾ വലിയ ഒരു റീറ്റെയിലിംഗ്, ആമസോണിന്റെ ഒക്കെ അല്ലെങ്കിൽ eBayയുടെ പോലത്തെ റീറ്റെയിലിംഗ് സോഫ്റ്റ്വെയർ സിസ്റ്റം എഴുതുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് കൃത്യമായ ആർക്കിടെക്ചർ ഉണ്ട്. നിങ്ങളുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡിസൈൻ ഇരിക്കേണ്ടത്, നിങ്ങളുടെ ഓരോ സാധനങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇതിന് കൃത്യമായ ആർക്കിടെക്ചറും കൃത്യമായ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ള പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ഐഡിയാസും അല്ലെങ്കിൽ റുട്ടീൻസും അൽഗോരിതംസും വെച്ചിട്ടാണ് ആളുകൾ സോഫ്റ്റ്വെയർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് എൻ്റെ ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പൊ അത് നമ്മൾ അതിൻ്റെ ഐഡിയ മനസ്സിലാക്കാനായിട്ട് ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. then we will go to the റിയൽ പ്രോഗ്രാമിംഗ്. ഉദാഹരണത്തിന് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന് പ്രധാനപ്പെട്ട 3-4 കൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ പോളിമോർഫിസം എന്നൊക്കെ അതിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് ക്ലാസ് എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാകും. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാൻ പോവുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വലിയൊരു കാർ ഫാക്ടറി ഉണ്ടെന്നിരിക്കട്ടെ, കാറുകൾ ഉണ്ടാക്കാം. അപ്പൊ ഉദാഹരണം ടാറ്റയുടെ അല്ലെങ്കിൽ മാരുതിയുടെ ഒരു കാർ ഫാക്ടറി ഉണ്ട്. ഈ കാർ ഫാക്ടറിയിൽ എസെൻഷ്യൽ ആയിട്ട് വേണ്ടത് കാറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ്, അല്ലെങ്കിൽ കാറിന്റെ ഒരു ഡിസൈൻ അവരുടെ കയ്യിൽ വേണം. അപ്പൊ ആ ഡിസൈൻ, ഒരു ബേസിക് ഡിസൈൻ വേണം കാറിന്റെ. ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ഒന്ന് ആലോചിച്ച് നോക്കിയാല് നമ്മുടെ മാരുതി 800 എന്ന് പറഞ്ഞൊരു ബേസ് ഡിസൈൻ ആയിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പുറത്ത് slowly they built up newer things. So suppose you have the blueprint for design for your Maruti 800 design ഉണ്ടെന്നിരിക്കട്ടെ. But what we do is, so let me project something here. So I hope the slides are visible. So here, if you see, we have a design. We have a design of how the car should work. And this is my design. But this design,
ഒരു ബേസിക് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഇതിന്റെ വീല്, സോ ഹൗ ഇറ്റ് ഷുഡ് ബി ദയർ, ദിസ് വീൽ ഷുഡ് എങ്ങനെയായിരിക്കും ഇരിക്കേണ്ടത്, വിൻഡോ എങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ ഡേറ്റ, കുറെ അധികം ഡേറ്റ നമ്മുടെ കയ്യിൽ, ഇതിന്റെ നീളം എത്ര, ഇതിന്റെ വീതി എത്ര, അല്ലെങ്കിൽ ദിസ് ടോട്ടൽ ലെന്ത് എത്ര, ഹൈറ്റ് എത്ര, വെയിറ്റ് എത്ര, ഇങ്ങനത്തെ ഒരു ഫുൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ. ഈ ഡിസൈനിന്റെ കൂടെ, അപ്പൊ ഇത് ഈ ഡിസൈനിന്റെ ഡേറ്റ ആണ്, ഈ ഡിസൈനിന്റെ കൂടെയുള്ള ഡേറ്റ ആണ്. ഇനി ഈ ഡിസൈനിന്റെ കൂടെ ഈ ഡേറ്റ മാത്രമല്ല ഉള്ളത്, ഇതിന് ചില മെത്തേഡ്സ് കൂടെ ഉണ്ട്. ഞാൻ എന്താന്ന് പറയാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ ഒരു ആക്സിലറേറ്റർ ഉണ്ട്. ഈ ആക്സിലറേറ്ററിൽ നിങ്ങൾ ചവിട്ടിയാൽ, സോ ദിസ് വിൽ സ്പീഡ് അപ്പ്, ഒരു കാർ വിൽ സ്പീഡ് അപ്പ്. സോ ഇതൊരു മെത്തേഡാണ്, ഇതിന്റെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ പറയാം. അപ്പൊ നിങ്ങൾ വണ്ടി ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഫംഗ്ഷൻ, അതായത് കാല് ചവിട്ടിയപ്പം സോ ദിസ് വിൽ ആക്സിലറേറ്റ്. ഇത്ര ഒരു കാലിൽ നമ്മൾ ഒരു ചെറിയ പ്രഷർ കൊടുത്താൽ അത് എന്തുമാത്രം മൂവ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു മെക്കാനിസം സംഹൗ ദേ ഹാവ് ബിൽറ്റ് ഇൻ. ഇതേപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പൊ സ്റ്റിയറിംഗ് നമ്മൾ ഒരു 20 ഡിഗ്രി തിരിച്ചാൽ ടയർ എത്ര തിരിയും, അല്ല 30 ഡിഗ്രി തിരിച്ചാൽ എത്ര തിരിയും എന്നുള്ള ഒരു സ്പെക് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഡിസൈനകത്ത്, നമ്മുടെ കാറിന്റെ ഈ ഒറിജിനൽ ഡിസൈനകത്ത് കുറെ അധികം ഡേറ്റ ഉണ്ട്, കുറെ അധികം മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം, ഈ മെത്തേഡ്സ് എല്ലാം ഈ സാധനങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുക, ഒരു സിസ്റ്റമായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ പല തരം മെത്തേഡ്സ് ഉണ്ട്. സോ ദിസ് ഈസ് ദി ഡിസൈൻ ബ്ലൂ പ്രിന്റ്. ഈ ബ്ലൂ പ്രിന്റിനെയാണ് നമ്മൾ ഈ ബ്ലൂ പ്രിന്റിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ക്ലാസ്. നമ്മുടെ UPSന്റെ ടേംസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് സംതിങ് കോൾഡ് എ ക്ലാസ് or a design blueprint. So in the design blueprint, you have several data parameters, several methods, or things like that. But now you send this blueprint to a factory. So a factory ഇവിടെ നോയിഡയിലോ ഇവിടെ ഒരു സ്ഥലത്താണ്, അല്ലെ ഹരിയാനയിലെ എവിടെയാണ് ഫാക്ടറി. You send this blueprint is designed maybe in corporate offices, അല്ലെങ്കിൽ സുസുക്കിയുടെ ഓഫീസിലോ അല്ലെ നല്ല കോട്ട് സൂട്ടൊക്കെ ഇട്ട് നല്ല ആൾക്കാർ ഇരുന്നിട്ട് ഉണ്ടാക്കിയ ബ്ലൂ പ്രിന്റ് ആണ്. കൃത്യമായിട്ട് അനാലിസിസ് ഒക്കെ നടത്തി, സിമുലേഷൻ ഒക്കെ നടത്തി ഉണ്ടാക്കിയ ബ്ലൂ പ്രിന്റ് ആണ്. ദിസ് ബ്ലൂ പ്രിന്റ് വി സെൻഡ് ടു എ ഫാക്ടറി somewhere in maybe Haryana. So here what they do is, in the factory they build thousands of cars. This is 1, 2, 3 different cars, thousands of different cars they will build. So all based on the original blueprint. So you can say that, see, each car is an object. Each car is an object, and it has the properties of the original blueprint. So a class you can think of as a original design, and an object as an instance of the design. Object design ഒരു ഇൻസ്റ്റൻസ് ആണ് നിങ്ങളുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. So here you have a class, so which is made into instances in the factory, and you get objects here. So each object has the data. See, each object has a wheel, each object has a steering, each object has a, see, all those things we have defined in the class definition. നിങ്ങളുടെ ബ്ലൂ പ്രിന്റില് നിങ്ങൾ എന്താണ് പറഞ്ഞിരുന്നോ ആ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ ഒബ്ജക്റ്റിന്റെ കയ്യിൽ. However, see, this one car, maybe this car is different from this. So these are separate objects. See, ഇത് രണ്ട് ഒബ്ജക്റ്റുകൾ, രണ്ട് ഡിസ്റ്റിങ്ക്ട് കാറുകൾ. ഇതൊരു കാറാണെങ്കിൽ this is car 3, this is car 1. So there are different cars or different objects, but each object has the properties defined in your class definition, and also the methods. നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ള സ്പെസിഫിക്കേഷൻ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്പെസിഫിക്കേഷന്റെ ഇംപ്ലിമെന്റേഷൻ നിങ്ങളുടെ
റിയൽ ഒബ്ജക്റ്റിലുണ്ട്. ഇവിടെ നിങ്ങളുടെ സ്പെസിഫിക്കേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെത്തേഡില് ഇവിടെ നിങ്ങൾ ഈ സ്റ്റിയറിംഗ് തിരിച്ചാൽ 90 ഡിഗ്രി തിരിച്ചാൽ അല്ലെങ്കിൽ 20 ഡിഗ്രി തിരിച്ചാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള സംഗതിയായിരുന്നു എഴുതി ഉള്ളത്. ബട്ട് അതിന്റെ ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സോ ക്ലാസ് യു കൻ തിങ്ക് ഓഫ് ആസ് എ ബ്ലൂ പ്രിന്റ് ഫോർ എ ഡിസൈൻ ആൻഡ് ആൻ ഒബ്ജക്ട് ഈസ് ആസ് an instance of the class. ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ സോഫ്റ്റ്വെയറിൽ ഇതിന് എന്താണ് ബന്ധം അല്ലെങ്കിൽ ഇതുമായിട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് എന്തായിരിക്കും കാര്യം എന്ന് പ്രോബ്ലി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഉദാഹരണത്തിന് അതിന് ഞാനൊരു റിയൽ വേൾഡ് എക്സാമ്പിളും കൂടെ പറയാം. നിങ്ങൾ ഗെയിം കളിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഗെയിം കളിക്കാത്തില്ല എന്ന് തന്നെ എനിക്കറിയാം. അപ്പൊ ഗെയിം കളിക്കുമ്പോൾ ഗെയിമിൽ മൾട്ടിപ്പിൾ പ്ലെയേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് 2 പ്ലെയർ ഉള്ള ഒരു ഗെയിം ഉണ്ട് കരുതിക്കും. അപ്പൊ ഓരോ പ്ലെയറിനും ആക്ച്വലി ലെറ്റ്സ് തിങ്ക് ഓഫ് ഇറ്റ് ആസ് 2 players. സോ ബോത്ത് പ്ലെയേഴ്സ് ആർ സിമിലർ. അങ്ങനെയാണെങ്കിൽ അതിനൊരു ഗെയിമിനോട് രണ്ടാളും പ്ലെയേഴ്സ് ആണ്. ഒരു ബേസിക് ഫങ്ഷണാലിറ്റി ഓഫ് പ്ലെയേഴ്സ് ആർ സെയിം. പക്ഷേ അതായത് നിങ്ങളുടെ പ്ലെയറിന് ഒരു പ്ലെയർ എങ്ങനെ ബിഹേവ് ചെയ്യണം, പ്ലെയറിന് എന്തൊക്കെ ഡേറ്റ ഉണ്ട്, എന്തൊക്കെ വെപ്പൺ ഉണ്ട്, എന്തൊക്കെ എബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് അതിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് നിങ്ങളുടെ പ്ലെയർ എ, വേറൊരു ഇൻസ്റ്റൻസ് ആണ് പ്ലെയർ ബി. അപ്പൊ എയും ബിയും തമ്മിൽ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ എ വിൽ അക്വയർ ഡൈനാമിക്കലി. എ എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസിന് ചിലപ്പം ഹെൽത്ത് കൂടും, വെപ്പൺസ് കൂടും. ബി എന്ന് പറഞ്ഞ പ്ലെയർ ഇൻസ്റ്റൻസിന് അതേപടി ഡാമേജസ് ഉണ്ടാകും. അതുപോലെ മേ ബി ഹി വിൽ പിക്ക് അപ്പ് സം ന്യൂ ബോംബ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. So this way bigger software systems, bigger and huge software systems you can build already based on such properly designed blueprints. അതാണ് ഈ ഊപ്സ് സിസ്റ്റംസിന്റെ എൻ്റെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഞാൻ ഇത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. This is very important. This is a very important thing because every software company works on OOPS. OOPS ഉപയോഗിച്ചിട്ടാണ് എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളും അല്ലെങ്കിൽ വലിയ സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ എഴുതുന്നത്. മേ ബി സ്മോളർ എംബഡഡ് സിസ്റ്റംസിലോ മറ്റുള്ള സോഫ്റ്റ്വെയറുകൾ ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കണം. ബട്ട് എനി മേജർ software you find out there on internet is written using OOPS concept. So you should have a thorough understanding of what exactly OOPS is. Now by the in the background parante, let me move on to a couple of simple classes and objects. Simple classes and objects in Python. But initially probably you may find it a little confusing. So don't worry, you will gradually understand the notation and maybe why this is important. So don't worry if you find it a little bit strange initially. So let me go to my real slides. Okay, let's get this. We go to slides for today. So one more thing, I should remind you that I have not uploaded a couple of past videos to the Moodles because I was very busy and I could not edit some of them. So maybe I will do it tomorrow. Also, the evaluation is still pending. But I think many people have uploaded the programming assignment. Some of them have written to me also, and I have looked at. I haven't valued it as such, but I have looked at some of your submissions. I think many people have done good work. Especially, I think I looked at 4 or 5 today morning, and some people mailed me also. Regarding the submission, and I have looked at some of those submissions, and most of you, those who submitted, have done good job. So go keep it up, and if anybody else is there to submit, please do submit it. So and do it on your own.
So the programming problems are not very difficult, but it needs some time from and effort from your side. Okay. And if you have any issue, I will give my email ID once again here, because I have a 2 or 3 email IDs, one for my college functions, one for my academic things, and other for my personal reason. So just always make sure that you mail me in this particular address. Okay. I will just put this in the chat window. So that is some anxiety. Yes. Yeah. Sir, link text file. Who is that? Devdathin endu pattiya? Devdathin I kandillalo. Devdathin assignment endu pattiyanu link? Alla adinte GitHub inde link GitHub link. Okay, GitHub link is fine. GitHub link is fine. See, GitHub, I think I got a couple of people like Ashwini, Alpin. I think I haven't looked at your Katanagapalli stuff. I think I was looking at Kalupara, and നിങ്ങളുടെ സാധനം ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ കല്ലുപ്പാറയുടെ സാധനങ്ങളായിരുന്നു മെയിനായിട്ട് കണ്ടത്. And I think Artingal is still far behind. People from Artingal, the submission rate is low. I think the other guys have done well. So I will read it. Don't worry. Don't worry. You see, you don't worry about your marks. So you do the thing, you will get marks. You will get good scores in the exams also. So what I suggest is that you do all the exercises, you all the programming problems. Automatically your Python knowledge will be there. So you will gradually pick up. Then somebody had sent me a mail that they had some issue with an if-else statement. I could not find anything wrong with that. Maybe you have to check your environment and you have to recheck it. I think somebody from Kalupara that sent me some input statement is having some issue. I could not find it any issue with it. You have to recheck it. Otherwise, you have to ask somebody in the class. So that is also encouraged. You can discuss. There is no problem if you discuss among yourselves. You should do actually. See, big software projects are always collaborative things. നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷേ നിങ്ങൾ കോപ്പി അടിക്കരുത്. You should discuss and do. That is fine. അങ്ങനെയാണ് നിങ്ങളുടെ റിയൽ വേൾഡിൽ സോഫ്റ്റ്വെയർ നടക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു കമ്പനി പോലെ നിങ്ങളെ കോപ്പി അടിക്കാൻ സമ്മതിക്കില്ല. പക്ഷേ but you can inherit from other people. You can look at codes of other things, simulate your own. Okay. And let us go to that today's notebook. Also, I have not uploaded today's notebook also because I had this admissions going on for the past 1 week, and even still people are waiting outside. So the people are coming here and taking that movement is happening. So okay, so that is another thing. So also one more thing. Tomorrow I will not take a lecture tomorrow because I have a meeting tomorrow around 11 or so. The next lecture will be on next Wednesday. Next Wednesday will be the next lecture. And then since the series exams are coming, we will wait for a couple of days. We will not have any lectures in that week. And after series, we will restart the classes. So, and then I will make, I will announce in the next class the remaining plans. I think we are also halfway through. We can have a series test. I have to check up with how the other minor series are going to be held. Most probably you will get a take home assignment kind of exam. Maybe you will have to spend a little bit of time and write. So that everybody will have their own things coming back. Okay. So let us go to that presentation. Where is it? So have a look at this slide or this Jupyter notebook. First of all, I will explain how a class is defined in Python. Then I will explain the idea on how the things work.
അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ലാസ്സിന്, ഇപ്പൊ കാറിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, കാറിന് ഡേറ്റ ഉണ്ട്, കാറിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ട്, കാറിന്റെ മെത്തേഡ്സ് ഉണ്ട്. രണ്ട് കാര്യമുള്ളത്. ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യും, പൈത്തണിൽ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യും. ദർ വിൽ ബി സം ഡേറ്റ or there will be some method which operates on the data. അപ്പൊ ഞാൻ ഇവിടെ ഒരു ക്ലാസ് മൊബൈൽ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോകും. ആ മൊബൈലിന്റെ ഡേറ്റ, മൊബൈലിനെ ഒരു ഐഡന്റിഫയർ ഉണ്ട്. ഏത് ടൈപ്പാണ്, 2G മൊബൈലാണോ 3G മൊബൈലാണോ അല്ലെങ്കിൽ 4G ഉള്ള മൊബൈലാണോ എന്നുള്ള ഒരു ഐഡന്റിഫയർ ഉണ്ട്. അപ്പൊ അതിനകത്ത് വളരെ സിമ്പിൾ കാര്യമാണ്. ദർ ഇസ് നത്തിങ് കോംപ്ലിക്കേറ്റഡ്. എന്റെ മൊബൈൽ ക്ലാസ്സിന് ആ ഒരു ഒറ്റ ഡേറ്റ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞേക്കുന്നത് എന്റെ മൊബൈല് 2G മൊബൈലാണോ 3G മൊബൈലാണോ 4G മൊബൈലാണോ എന്ന് എനിക്ക് അറിയാം. അപ്പൊ അതിന് എന്റെ മൊബൈലിന് ഡേറ്റ, ഒരു ഒറ്റ ഡേറ്റ ഞാൻ സ്റ്റോർ ചെയ്യാം. അപ്പൊ ഞാൻ മൊബൈലിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ മൊബൈലല്ല ഉണ്ടാക്കുന്നത്, മൊബൈലിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുക. ഇനി എന്റെ മൊബൈലിന് 2 കേപ്പബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, എനിക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം, വേറൊന്ന് ഒരു SMS വേണമെങ്കിൽ റിസീവ് ചെയ്യാം. 2 കേപ്പബിലിറ്റി ഉള്ളൂ എന്റെ മൊബൈലിനാകെ. അപ്പൊ എന്റെ ബ്ലൂ പ്രിന്റിൽ, മൊബൈലിന്റെ ഡിസൈൻ ബ്ലൂ പ്രിന്റില് ആകെ ഇത്രയേ ഉള്ളൂ, ഒരു ഡേറ്റ. സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ the type of the mobile. There are 2 functions or 2 methods which ഒരു മെത്തേഡ് ഡേറ്റ അയക്കാൻ, വേറൊരു മെത്തേഡ് ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ SMS അയക്കാനും, വേറൊന്ന് റിസീവ് ചെയ്യാനും. അപ്പൊ ഇത്രയും കാര്യമുള്ളൂ. So let us have a look at how I defined this. Okay, one second. I don't know whether I started recording it. Okay, I was recording. Okay, just a second. I think I need to put a better definition. Okay, so here എൻ്റെ മൊബൈലിന് 2 ഫങ്ഷൻസ് ഉണ്ട്, ഒരു ഡേറ്റയും. ഇത്രയേ ഉള്ളൂ ചെയ്യുക. അപ്പൊ ഞാൻ എൻ്റെ ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, യു സീ ഹിയർ ദ മാർക്ക്ഡ് പോർഷൻ. എൻ്റെ ക്ലാസിന്റെ പേര് മൊബൈൽ എന്നൊരു ക്ലാസ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. There is a special function called init. There is a special function here. Init. അപ്പൊ ഈ ഇനിറ്റ് ഫംഗ്ഷൻ അകത്താണ് എന്റെ ഡേറ്റ എല്ലാം കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൊബൈലിന്റെ, എന്റെ സ്പെസിഫിക് കാറിനാണെങ്കിൽ കാറിന്റെ സ്പെസിഫിക്കേഷനില് വീലിന്റെ നീളം, വീതി, അങ്ങനത്തെ സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ. കാറിന്റെ വെയിറ്റ്, എത്ര സീറ്റിന്റെ എണ്ണം, അങ്ങനത്തെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഈ ഇനിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആകെ ഒരെണ്ണേ ഉള്ളൂ, ഒറ്റ കാര്യമുള്ളൂ. അതാണ് ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി എൻ്റെ മൊബൈൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മൊബൈൽ ക്ലാസ്സിന് 2 ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഫംഗ്ഷൻ ഇതാണ്, സെൻഡ്. ഒന്ന് റിസീവ് മെസ്സേജ്, മറ്റത് സെൻഡ് മെസ്സേജ്. റിസീവ് മെസ്സേജ് എന്ന് പറഞ്ഞ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഇനി ഞാൻ അത് ഡേറ്റയുടെ പോർഷൻ എടുക്കാം. ഇതാണ് എൻ്റെ മൊബൈലിലുള്ള എൻ്റെ ക്ലാസ് ഡെഫിനിഷനിലെ ഡേറ്റ ഏരിയ. ഇവിടെ ഞാൻ പറഞ്ഞത് ഡേറ്റനെ സ്പെസിഫൈ ചെയ്ത് വെച്ചേക്കുന്നത് ഇനിറ്റ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിച്ച്. സി ദി സിന്റാക്സ്, there's a def, say $init $. So within bracket there is something called a self എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ. അപ്പൊ ഈ പാരാമീറ്റർ സെൽഫ് തന്നെ ആയിരിക്കണമെന്നില്ല. ബട്ട് ആസ് എ കൺവെൻഷൻ everywhere Python programmers write the first parameter for this particular init as self. ഇനി ഇതിനുള്ളിലെ, ഈ ഒബ്ജക്റ്റിനുള്ളിലെ, ഇതിന്റെ ബ്ലൂ പ്രിന്റിനുള്ളിൽ ഡേറ്റ ഡെഫിനിഷൻ നടത്തണമെന്നിരിക്കട്ടെ. ആ ഡേറ്റ ഡെഫിനിഷൻ ഇതാണ്. ഒരു ഡേറ്റയെ ഞാൻ സൂക്ഷിക്കുന്നുള്ളൂ. ടൈപ്പ് എന്ന് പറഞ്ഞ ഡേറ്റയാണ്. ആ ഡേറ്റയെ സ്പെസിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്: സെൽഫ് ഡോട്ട് ടൈപ്പ്. ഇത് ഈ ടൈപ്പ് എന്ന് പറയുന്നത് സെൽഫ് എന്ന് പറയുന്നത്, ഇത് ഈ ടൈപ്പ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ
ഡേറ്റയുടെ പേര്. ഇപ്പൊ സെൽഫ് ഡോട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സോ ഇത് ബ്ലൂ പ്രിന്റിലുള്ള നിങ്ങളുടെ ക്ലാസ് ഡെഫിനിഷനിലുള്ള ഒരു ഡേറ്റ ആണ്. ആ ഡേറ്റയെ ഞാൻ ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ. അപ്പൊ ഞാൻ അത് ഇനിഷ്യലി ഞാനതിന് ഒരു 3G എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വി വിൽ ചേഞ്ച് ദ വാല്യൂ ലേറ്റർ. 3G എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇനിറ്റ് ഇതിനെ ഈ പർട്ടിക്കുലർ ഫംഗ്ഷനെ കൺസ്ട്രക്ടർ എന്നാണ് വിളിക്കുക. So I'll write it here. കൺസ്ട്രക്ടർ എന്നാണ് വിളിക്കുക. കൺസ്ട്രക്ടർ ആണ് ഇതിന്റെ ഈ പർട്ടിക്കുലർ ഫംഗ്ഷന്റെ പേര്. അപ്പൊ കൺസ്ട്രക്ടർ ക്ലാസ്സിലെ കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നത് ഡേറ്റ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മെയിൻ ആയിട്ട് ഡേറ്റ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. We will slightly modify the statement later on. So there are other things also happening in your constructor. And there are two methods or two functions which operate on this class. ഈ ക്ലാസ്സിലെ രണ്ട് ഫങ്ഷൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റിസീവ് എ മെസ്സേജ്, അടുത്തത് സെൻഡ് എ മെസ്സേജ്. അപ്പൊ ഈ രണ്ട് ഫങ്ഷൻസും ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ വെറുതെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇട്ടിരിക്കുക. സോ ഇൻ പ്രാക്ടീസ്, റിയൽ പ്രാക്ടീസ്, മേ ബി നോക്കിയ പോലെ അല്ലെ വലിയൊരു കമ്പനിയിലാണെങ്കിൽ ഈ റിസീവ് ചെയ്യാൻ മാത്രം വലിയ സെറ്റ് കോഡ് ഉണ്ടാവും. അതുപോലെ സെൻഡ് ചെയ്യാൻ വേറെ സെറ്റ് വലിയ വമ്പൻ കോഡ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു പോർഷൻ ഒരു ഗ്രൂപ്പ് ആയിരിക്കും എഴുതുന്നത്, അടുത്ത പോർഷൻ വേറൊരു ഗ്രൂപ്പ് ആയിരിക്കും എഴുതുന്നത്. നിങ്ങൾ എന്റെ ബ്യൂട്ടി ആലോചിച്ച് നോക്കൂ. ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും എഴുതുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ടി ആയിരിക്കും എഴുതുന്നത്. ഈ ഒരു ഫംഗ്ഷൻ വേറൊരു പാർട്ടി ആയിരിക്കും, വേറൊരു ഗ്രൂപ്പ് ആയിരിക്കും എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷൻ നിങ്ങൾ എഴുതുക, ഈ ഒരു പോർഷൻ വേറൊരു ഗ്രൂപ്പ് എഴുതുക. എന്നിട്ട് വെൻ യു കമ്പൈൻ എവറിത്തിങ് ടുഗെദർ ഇറ്റ് വിൽ വർക്ക് ആസ് എ സിംഗിൾ തിങ്. അപ്പൊ ഞാൻ എന്റെ ക്ലാസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തു വെച്ചു. സോ ദിസ് ഇസ് മൈ ക്ലാസ്. As I told you, this is the blueprint for your mobile class. Okay, somebody came up late. The guy. Yes, who is that? Akshay Chandra. Okay. Now, ഞാനിങ്ങനെ ക്ലാസ് ഡിഫൈൻ ചെയ്തു, അതിന്റെ ബ്ലൂ പ്രിന്റ് ഡിഫൈൻ ചെയ്തു. ഇനി എനിക്ക് മൊബൈലുകൾ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ നോക്കിയ എന്ന് പറഞ്ഞ പേരിൽ ഒരു മൊബൈൽ ഉണ്ടാക്കാൻ പോകും, ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കാൻ പോകും. ദിസ് ഈസ് കോൾഡ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദി ക്ലാസ്. അപ്പൊ ഞാൻ നോക്കിയ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഈ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നോക്കിയ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ദിസ് കോൾഡ് ആൻ ഒബ്ജക്ട്. നോക്കിയ ഈസ് ആൻ ഒബ്ജക്ട് ഓഫ് ക്ലാസ് മൊബൈൽ ക്ലാസ്സിലെ ഒരു ഒബ്ജക്റ്റ് ആണ് നോക്കിയ. അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോൾ see what happened when I created this object, this constructor here, the constructor in the class definition here, code here was run. ഈ കോഡ് അങ്ങ് റൺ ആവും. ഈ കോഡ് റൺ ഇവിടെ എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഇവിടെ നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ഇപ്പൊ ഒരു ഡേറ്റാനെ 3G എന്ന് അസൈൻ ചെയ്യിക്കുക. നിങ്ങൾ വാട്ട് എവർ യു ഡു this will be done when you create an object. So all the data initialization, all such things will be done there. Now you have this object ready. ഈ ഒബ്ജക്ട് റെഡിയാണ്. ഇനി നിങ്ങൾക്ക് ഒരു SMS അയക്കണമെങ്കിൽ അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മൊബൈൽ കിട്ടിയെന്ന് പോലെ ആയി. See now at this point you have a mobile, or നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ഒരു മൊബൈൽ റെഡിയാണ്. ഈ പറഞ്ഞ സ്പെസിഫിക്കേഷനുള്ള ഈ ക്ലാസ് പ്രകാരം ഒരു മൊബൈൽ റെഡിയാണ്. ഇനി നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്ന രണ്ട് കാര്യമുള്ളൂ. ഒന്ന്, ഈ മൊബൈലിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കാം. സോ നോക്കിയ ഡോട്ട് സെൻഡ് മെസ്സേജ്, ദാറ്റ് ഈസ് ഈ ക്ലാസ്സിലെ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ സെൻഡ് മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യും. സോ ഇറ്റ് സെൻഡ്സ് എ മെസ്സേജ്. സെൻഡ് എ മെസ്സേജ് യൂസിങ് ദിസ് മൊബൈൽ. ഈ മൊബൈലിൽ നിന്ന് യൂസിങ് ഈ നോക്കിയ അത് ഉപയോഗിച്ച് നമ്മൾ സെൻഡ് ചെയ്യും. സോ you can actually create another object. Say Vivo. I think Vivo is a brand. No? Vivo equal to again mobile. So I created a second instance.
So let me run the second instance. So again I can, so using this one, this particular thing, I can send a message. Send. I can send a message. So I'm writing that here. Run. So this third thing came from this particular object. ഈ ഇൻസ്റ്റൻസ് ഇതാണ് വന്നത്. ഈ ഇൻസ്റ്റൻസ് ആണ് ഇതിന്റെ റെസ്പോൺസ് ആയത്. ഈ ഇൻസ്റ്റൻസ് ആണ് നിങ്ങളുടെ ആദ്യത്തെ രണ്ടെണ്ണത്തിന് റെസ്പോൺസിബിൾ ആയത്. അപ്പൊ ഇനി ഇതിന്റെ ഇങ്ങനെ ഈ സിസ്റ്റത്തിന്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ചിട്ട് വേറെ ബ്ലൂ പ്രിന്റുകൾ ഉണ്ടാക്കാം. അപ്പൊ ഞാനിപ്പോ ഒരു ബേസിക് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി മൊബൈലിന്റെ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയ കമ്പനിക്കാരന് ഈ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് അവന്റെ വേറൊരു സെറ്റ് ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വേറൊരു ക്ലാസ് ഡിറൈവ് ചെയ്യും, വേറൊരു ക്ലാസ് ഉണ്ടാക്കാം വിത്ത് ഹയർ കേപ്പബിലിറ്റീസ്. ഇനി അതേസമയം വിവോക്കാരന് അവന് കിട്ടിയ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് ദേ ക്യാൻ ബിൽഡ് എ ബിഗർ വെറൈറ്റി മൊബൈൽ, ബട്ട് അണ്ടർലൈങ് ഓൾ ദോസ് ഫീച്ചേഴ്സ് ഓർ മെത്തേഡ്സ് വിൽ ബി ദേർ. അപ്പൊ നമുക്ക് അതിന്റെ ഉപയോഗം വരുമ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളൊരു ക്ലാസ് ഉണ്ടാക്കി അതിന് റീയൂസബിൾ, അത് ആ കോഡ് റീയൂസബിൾ ആണ്. നിങ്ങൾക്ക് ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5G വന്നു, 5G കണക്ഷൻ വന്നു കഴിഞ്ഞാൽ മേ ബി യു ഹാവ് ടു ആ 5G മെസ്സേജ് അയക്കുന്ന മെത്തേഡ് മാറാന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഈ ബേസിക് ബ്ലൂ പ്രിന്റ് എടുത്തിട്ട് അതിന്റെ പുറത്തേക്ക് ഈ മെസ്സേജ് സെൻഡിങ് മാത്രം മാറ്റിയെടുക്കാൻ പറ്റും. സോ ഓൾ ദ അതർ തിങ്സ് വിൽ റിമൈൻ, all the other things with an extra fitting of 5G there. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കോഡ് റീയൂസബിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് വലിയ കമ്പനികളെല്ലാം ഏത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാലും they write as classes, maybe at a later point, even if something is some enhancement is needed, they can very easily derive a new class, or they can inherit a new class can inherit all the properties of an older class, and we can write bigger things. ഇതാണ് അതിന്റെ basic idea. So what you should clearly understand is that this is the class definition. You see the indentation is very, very important. The class, here you have semicolon, and def you should as an indentation should be there. Here there is another indentation, and see all this, if you change the indentation, the entire meaning may change, or even this may complain, the system may complain. Okay, now, so this is the idea in which, now let us enhance our mobile or our mobile class little bit more. നമ്മൾ ഒരു ഇത്തിരി കൂടി എൻഹാൻസ് ചെയ്യാൻ പോകും. അപ്പൊ എൻഹാൻസ് ചെയ്യാനായിട്ട് ഞാൻ ഈ മോഡൽ ഇവിടെ ഞാൻ ഹാർഡ് കോഡ് ചെയ്യാതെ, ദിസ് ഇസ് നോട്ട് എ ഗുഡ് ഐഡിയ. കാരണം ഇത് 3G എന്നൊരു ഏത് മൊബൈൽ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്താലും അതിന് ഇതിന്റെ ടൈപ്പ് 3G ആയിട്ടായിരിക്കും ചെയ്യാം. But now that is not the case. Nowadays, 5G, 4G മൊബൈലുകളെല്ലാം. So I want to initialize a new mobile with a new type. So what I can do is I can pass an extra parameter here, or model here. So this is just like a function parameter. Self is a default parameter for all init functions in the class, or the constructor function in the class. So second parameter is something which you can pass to the the class. So you assign type equal to model. So now again you see how I did it, how send messages and send message and receive message are same. Now I'm creating a new mobile here, Nokia itself, mobile with a parameter of 3110. So if you say, so the code is exactly a replica of the above and the cell. So let me run it. So actually this is not needed here. You can just comment. Let me run it. Now if I say what is the Nokia.type, yeah, so it will send me back the one that is from your this object. This object but let me insert one more cell here. Let me insert
couple more cells here. So let us define one more mobile phone, one more type. So where is this? Here. So say Vivo. Vivo എന്ന് പറഞ്ഞാൽ വേറൊരു മൊബൈൽ ഞാൻ ഡിഫൈൻ ചെയ്യാം. Vivo equal to mobile. Mobile. So it's an object from the mobile class. So type is say 1+. So that is a type. Okay, 1+ is somebody else's no. Anyway, let it be that. What so you give me? I am giving some arbitrary type. Now, so when I create this, so a new instance is created. A new instance of Vivo was mobile was created. So and it has a type set to 1+. So let us see Vivo that type. What does it mean? Vivo dot type to run. So you got that. So you can actually enhance the definition now. The actual mobile class definition you can enhance. So I am defining a better class with the model, size, RAM, etc. etc. So നമ്മുടെ സ്ക്രീൻ സൈസ്, റാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡേറ്റ ഉള്ള ഡേറ്റ സൂക്ഷിക്കാവുന്ന ഒരു ബിഗർ ക്ലാസ് ഞാൻ മൊബൈലിന് ഡിഫൈൻ ചെയ്യാം. സോ ഐ എം ഇൻക്രിമെന്റലി ബിൽഡിംഗ് മൈ ക്ലാസ്. So in this class, so there are 3 variables. Each instance will have a model, a size, and how much RAM it has. So see the way in which the parameters are passed. See, these are the parameters at the time of initialization. These are the parameters, and see, this is the variables, the type, screen, RAM, etc. The variable. This is getting assigned from the outside function. So now let us again build one mobile. So that's again Nokia. I called this mobile as Nokia mobile. It has a type 310. It has a size of 6 inch. Maybe it has a size of 4, RAM size of 4. So let us run. So type is this one. The screen size is 8. Maybe if you can print the RAM also. But this way you can build classes. The class methods of functions are used to operate on those data. നമുക്കത് 1-2 എക്സാമ്പിൾസും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. ഈ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കുറച്ചുകൂടെ ഇതായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ഇനീഷ്യലി പ്രോബബ്ലി യു വിൽ ബി കൺഫ്യൂസ്ഡ്. ഡോണ്ട് വറി. See, this you understand the syntax. You try to do a couple of such experiments or such programs as your class exercise. Then you will clearly learn how to build bigger systems. Before concluding today's class, I will show you one more class, a practical example of classes and how the functions can work out. So see here, let us take the case of a bank. Account. There are many people. Most of us are having accounts in bank. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണുള്ളതെന്ന് വിചാരിച്ചു. സോ സിംപ്ലിഫൈഡ് മോഡൽ. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ബാലൻസ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ പേരുണ്ട്, നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് ബാങ്ക് അക്കൗണ്ടിന്റെ മോഡൽ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ്. ബാങ്ക് അക്കൗണ്ടിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേരുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം പൈസ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാം. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ചെയ്യാവുന്ന ഓപ്പറേഷൻ 1-2 ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാലൻസ് കാണിക്കാം. നിങ്ങൾക്ക് എത്ര ബാലൻസ് ഉണ്ട് എന്ന് നോക്കാം ബാങ്ക് അക്കൗണ്ടിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ എടുക്കാം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ പൈസ ഇടാം. നിങ്ങൾക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, ബാലൻസ് കാണിക്കാം. ഇങ്ങനെ 3 ഓപ്പറേഷനാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ളതെന്നിരിക്കട്ടെ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് ഈ 3 ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഒരു ബാങ്കില് 1000-കണക്കിന് അക്കൗണ്ടുകൾ ഉണ്ടാവും, 1000-കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് അക്കൗണ്ട് ഉണ്ടാവും. ഓരോ അക്കൗണ്ടും ഈ രീതിയിലായിരിക്കും മോഡൽ ചെയ്തിരിക്കുക. അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ ബ്ലൂ പ്രിന്റ് ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുക. ഞാൻ ഈ ക്ലാസ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്.
you can see the class definition. My class definition is the blueprint for a bank account. So there are two data fields. One is your name, other one is your how much balance you have. Now let us look at the class again. Let's see the code. The first function here is that init function. So it initializes your name. അപ്പോൾ നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ പേര് കൊടുക്കും. നിങ്ങൾക്ക് ഒരു 10,000 രൂപ ഇട്ടാണ് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നിരിക്കുന്നത്. അപ്പോൾ ആ ഓപ്പറേഷനാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇനീഷ്യലൈസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഈ ഇനിറ്റിനകത്തുള്ളത്. അപ്പൊ അതിനകത്ത് ആകെയുള്ളത് നിങ്ങൾ സൂക്ഷിക്കേണ്ട 2 കാര്യമുള്ളൂ. ഒന്ന്, നിങ്ങളുടെ പേര് സൂക്ഷിക്കണം. അത് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാലൻസ് മേ ബി യു ക്യാൻ balance also, if you want, you can pass from this is not passing it, this from show from outside. Show balance എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടോ അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി വിത്ഡ്രോ മണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എമൗണ്ട് വിത്ഡ്രോ ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ ഈ പർട്ടിക്കുലർ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്റെ ലോജിക്ക് നോക്കിയോ, ഈ എമൗണ്ട് ബാലൻസ് വിത്ഡ്രോ ചെയ്യേണ്ട എമൗണ്ട് ബാലൻസിനേക്കാളും കുറവാണെങ്കിൽ, നിങ്ങളുടെ 1000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ വിത്ഡ്രോ ചെയ്യാം. 1000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചെക്ക് ചെയ്യുന്നു, ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാം. അതർവൈസ് ഇറ്റ് വിൽ പ്രിന്റ് യു ഡോണ്ട് ഹാവ് ബാലൻസ്. ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാലൻസ് എമൗണ്ട്, നിങ്ങൾ എടുക്കാൻ പോകുന്ന വിത്ഡ്രോ ചെയ്ത എമൗണ്ട് ബാലൻസിൽ നിന്ന് കുറച്ചു, എന്നിട്ട് അതോടെ പ്രിന്റ് ചെയ്തു നിങ്ങൾ പൈസ എടുത്തോണ്ട് പോയി. ഇനി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഡെപ്പോസിറ്റ് ചെയ്യാൻ നിങ്ങൾ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലെ ഈ ബാലൻസിനകത്ത് അത് റിഫ്ലക്ട് ചെയ്യണം. സോ യു ഹാവ് ഡെപ്പോസിറ്റ് മണി. ഈ രീതിയിൽ ഞാൻ ഒരു ക്ലാസ് എഴുതി. ദിസ് എ റിയൽ വേൾഡ് എക്സാമ്പിൾ ഓഫ് എ ബാങ്ക് അക്കൗണ്ട്. യു ഹാവ് the data setup, you have the method setup, and now you have to start the bank branch. നമ്മളൊരു ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പോകും. സോ യു ഹാവ്, നമുക്ക് 2 യൂസർ ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ പുതിയതായിട്ട് ഒരു ബ്രാഞ്ച് തുടങ്ങുക, തിരുവനന്തപുരത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങുക. 2 യൂസർമാരെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. യൂസർ 1 അയാൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. സോ ദിസ് വിൽ ക്രിയേറ്റ് യൂസർ 1 ബാങ്ക് അക്കൗണ്ട്. യൂസർ 1ന്റെ ബാങ്ക് അക്കൗണ്ട് വിത്ത് പേര് കുമാർ. രണ്ടാമത്തെ അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു, അത് അനൂപ് എന്നാണ്. ഈ 2 എണ്ണത്തിലും ഇനീഷ്യൽ ബാലൻസ് 0 വെച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു പാരാമീറ്ററും കൂടെ കൊടുത്ത് കോഡ് സ്ലൈറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്താൽ ഇവിടുന്ന് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അപ്പൊ അത് നിങ്ങളുടെ ഡിസൈനറിന്റെ കഴിവ്. Now let us deposit someone. യൂസർ കുമാർ എന്ന് പറഞ്ഞ ആള് വന്നിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. 1000 രൂപ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്തു. സോ കുമാർ ഹാസ്, so that what we do is we take an instance of we take the കുമാറിന്റെ ബാങ്ക് അക്കൗണ്ട് എടുത്തു, അതിനകത്തേക്ക് 1000 രൂപ ഇട്ടു. സോ that will print this one. ഇനി അയാളുടെ ബാലൻസ് നോക്കിയാൽ നമുക്ക് 1000 രൂപ ഉണ്ടെന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി യൂസർ 2 ഡെപ്പോസിറ്റ് ചെയ്തു എമൗണ്ട്. സോ അനൂപ് ഹാസ് ഡെപ്പോസിറ്റഡ് ദിസ് മച്ച്. ഇനി അത് യൂസർ 1 എന്ത് ചെയ്തു? 100 രൂപ പിൻവലിച്ചു. സോ ഹിസ് അക്കൗണ്ട് ബാലൻസ് ഹാസ് gone to 9,000. User 1 again വേറെ 100 രൂപ എടുത്തു. So again it has reduced. So user 1 withdraw വലിയ എമൗണ്ട് വിളിക്കാൻ ശ്രമിച്ചാൽ വരികയാണ്. So this is how your small bank example works. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ആണുള്ളത്. I will just stop this presentation and go to my whiteboard. Presenting. I take up my whiteboard. Yes. So here, where's my pen? Yeah. Here, our bank account is the blueprint. So of the design. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ക്ലാസ് എന്ന് പറയുന്നത് ഈ ബാങ്ക് അക്കൗണ്ടിന്റെ ഡിസൈൻ ആണ് ക്ലാസ്. This is the class. It is
named as bank account. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇവിടെ രണ്ട് കാര്യമുള്ളത്, നെയിം ഉണ്ട്, ബാലൻസ് ഉണ്ട്. നെയിം ബാലൻസ് ഉണ്ട്. ഇത് രണ്ടും ഡേറ്റ ആണ്. ഇതിനകത്ത് ഡേറ്റ ആണ് നമ്മുടെ അക്കൗണ്ടിലെ ബാങ്ക് അക്കൗണ്ട്. നൗ ദിസ് ഇസ് ഡേറ്റ and here we have two methods. ഒന്ന് ബാലൻസ് പ്രിന്റ് ചെയ്യാൻ, show balance. So okay, let me remove this. Let me stick here. Erase it. Take another print, another color and show. So the color was not good. Okay. Show balance, withdraw, deposit. See, these are three methods which manipulate this data. ഈ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ദിസ് ഇസ് അവർ ബ്ലൂ പ്രിന്റ്. ഇങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ ഉണ്ടാക്കി. ഈ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ, നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ, സോ ലെറ്റ്സ് ടേക്ക് അനദർ കളർ. സോ we create user 1 എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അപ്പൊ user 1 ഇതിന്റെ ഒരു റിപ്ലിക്ക ആയിട്ട്, അല്ലെങ്കിൽ ഡിസൈനിന്റെ ഒരു റിപ്ലിക്ക എടുത്തിട്ട് അതിൽ നെയിം പാരാമീറ്റർ, so it was made to Kumar. So his balance was set as 0. Now see, when we do this code which operates this here on this data, this will also be inherited here. This will also be inherited by here in the instance. അപ്പോൾ ഈ ഇൻസ്റ്റൻസിൽ ഈ കോഡ് കൂടി ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോൾ അക്കൗണ്ടിന്റെ കൂടെ അക്കൗണ്ട് പേരും ഡേറ്റയും വെച്ചു. ഇതിന്റെ കൂടെ ഈ കോഡ് കൂടി ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസർ 1.show balance എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ യൂസറിന്റെ ബാലൻസ്, ഈ പർട്ടിക്കുലർ യൂസറിന്റെ അല്ലെങ്കിൽ ഈ ഡേറ്റ ബാലൻസ് ഈ ഫങ്ഷൻസ് ഉപയോഗിച്ച്, ഇവിടെയുള്ള നമ്മൾ ആദ്യം ബ്ലൂ പ്രിന്റ് ഡിഫൈൻ ചെയ്ത് വെച്ച ആ ഫങ്ഷൻ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ you see when you created a blueprint or class here, this is your class and this is your object. ആ ക്ലാസ് പ്രകാരമുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. So you can have multiple objects, n number of accounts. There is no limit. To, so this is user 2. Let me pick another color. So I am creating a second user. So where is this? So second user is here. This is user 2. So here he has a name, he has a balance, and he has a set. See, he also inherits these functions. These functions are good. So let us, when you define user 2, this particular structure is created, or this class instance is created, and it has the data and it has the methods. So when you show balance, user 2.show balance, user 2.show balance, when you run this, so this particular particular object in there, user 2 എന്ന് പറഞ്ഞ ഈ ഒബ്ജക്റ്റിന്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ബാലൻസ് കാണിച്ചു. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ഈ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടെങ്കിൽ ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. This is the basic idea behind objects and classes. So I will wind up the lecture today, and maybe if you don't understand it fully, don't worry. The idea or the idea of your so if you don't understand it fully, don't worry. We will review it again tomorrow. Please read a little bit of object-oriented programming from Wikipedia or some other online source about this, and please come back in the next class. So
So we will do a little bit more of object-oriented programming in next time. So as I mentioned earlier, there will be no class tomorrow. The next lecture will be on Wednesday, and I will announce the remaining plans for your series test and all then. Maybe we will stop now. The class is over. Okay. Thank you, sir.